മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ പുരസ്കാര വിതരണത്തിൽ ആദ്യഘട്ട മസ്കറ്റിൽ നടന്നു. മസ്കറ്റ് മിഡിൽ ഈസ്റ്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ 450-ൽ പരം വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി. ഒമാനിലെ അടുത്ത മബ്രൂക്ക് വേദി സലാലയാണ്. സലാലയിലെ ലുബാൻ പാലസ് ഹാളിൽ നാളെയാണ് പുരസ്കാര വിതരണ ചടങ്ങ്. സൗദിയും UAEയും ഖത്തറും കടന്ന് അങ്ങനെ മീഡിയ വൺ മബ്രൂക്ക് ഒമാനിലും എത്തി. ഒമാനിലെ മസ്കറ്റിലെ മിഡിൽ ഈസ്റ്റ് കോളേജിലെ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിരവധി വിദ്യാർത്ഥികളാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉപദേശകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മീഡിയ വൺ CEO റോഷൻ കക്കാട്ട്, മിഡിൽ ഈസ്റ്റ് കോളേജ് ഡയറക്ടർ ആൻഡ്രൂ ബ്ലാക്കിംഗ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ ഡോക്ടർ ശിവകുമാർ മാണിക്യം, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ ഡോക്ടർ ബാബു രാജേന്ദ്രൻ, മീഡിയ വൺ അഡ്വൈസറി ബോർഡ് മെമ്പർ അബ്ദുൾ റസാഖ് ഉള്ളിയിൽ, മീഡിയ വൺ അഡ്വൈസറി ബോർഡ് അംഗം മുഹമ്മദ് അഷ്റഫ്, മീഡിയ വൺ അഡ്വൈസറി ബോർഡ് അംഗം ഇബ്രാഹിം ഹസൻ, മീഡിയ വൺ മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ഫസൽ റഹ്മാൻ, മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സവാബ് അലി തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി. I feel very grateful and I'm thankful for this opportunity. So thank you so much Media One. I really appreciate it. Proud moment ആണ് എല്ലാവർക്കും കിട്ടിയതിന്, ഇങ്ങനെ ചാൻസ് കിട്ടിയതിന് very happy. We feel really grateful for this opportunity and we really thank Media One for this, for giving us a motivation for 12th grade as well. Thank you so much Media One. I feel extremely elated to get this precious medal today. Thank you Media One. You have really, my hard work has finally paid off. I feel like that. I have extreme motivation for class 12th as well. Actually, ഞാൻ നാട്ടിൽ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് അവിടെ വെച്ച് അങ്ങനെ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം I started experiencing a lot of achievements and I feel so proud. മീഡിയ വൺ മബ്രൂക്ക് ഈ ഒരു പരിപാടി, അതായത് 2024 എന്ന പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഗൾഫിലുള്ള നമ്മളെ പ്രത്യേകിച്ച് പ്രവാസികളായ മക്കൾക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ്. It's a wonderful program. They are the future, so it's a best motivation for the Media One. 450-ൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് മിഡിൽ ഈസ്റ്റ് കോളേജിലെ പ്രൗഢഗംഭീരമായ വേദിയിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ബിനു എസ് കൊട്ടാരക്കരക്കൊപ്പം അലി കൂട്ടായി, മീഡിയ വൺ മസ്കറ്റ്.